നമസ്കാരം. ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്ന അനധികൃത വിദേശ കുടിയേറ്റങ്ങൾക്കെതിരെ രാജ്യം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് തമിഴ്നാട്ടിൽ നിന്ന് അതിശയിപ്പിക്കുന്നൊരു വാർത്ത പുറത്തു വരുന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വ്യവസായ നഗരമായ ഹൊസൂരിലും കൃഷ്ണഗിരി ജില്ലയിലെ മറ്റ് പരിസര പ്രദേശങ്ങളിലും യാതൊരുവിധ സാധുവായ യാത്രാരേഖകളോ കൃത്യമായ തിരിച്ചറിയൽ രേഖകളോ ഇല്ലാതെ അനധികൃതമായി താമസിച്ചു വരികയായിരുന്ന 73 ബംഗ്ലാദേശ് സ്വദേശികളെ തമിഴ്നാട് പോലീസ് പിടികൂടിയിരിക്കുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും തമിഴ്നാട് പോലീസിൻ്റെ പ്രത്യേക വിഭാഗമായ ക്യൂ ബ്രാഞ്ചും സംയുക്തമായി നടത്തിയ അതിവേഗവും അതീവ രഹസ്യവുമായ നീക്കത്തിനൊടുവിലാണ് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഈ വൻ മനുഷ്യക്കടത്ത് സംഘം വലയിലായത്. ഭാരതത്തിൻ്റെ അതിർത്തി കടന്ന് അയൽ രാജ്യത്തു നിന്ന് എത്തിയ വിദേശികൾ തദ്ദേശീയരായ ആളുകളെപ്പോലെ വ്യാജരേഖകൾ ചമച്ചാണ് ഇവിടെ കഴിഞ്ഞുകൂടിയിരുന്നത് എന്ന കണ്ടെത്തൽ അതിർത്തി സുരക്ഷയിലെ പാളിച്ചകളെയും രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് ശൃംഖലകളുടെ വ്യാപ്തിയെയും വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരികയാണ്. കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച അതീവ രഹസ്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വൻ പോലീസ് വേട്ടയ്ക്ക് വഴി തുറക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നും വൻതോതിൽ അനധികൃത കുടിയേറ്റക്കാർ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്നും അവർ ഹൊസൂരിലെ വിവിധ വ്യവസായ മേഖലകളെ കേന്ദ്രീകരിച്ച് വ്യാജവിലാസങ്ങളിലും വ്യാജരേഖകളിലും തമ്പടച്ചിരിക്കുകയാണെന്നും ഉള്ള കൃത്യമായ വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസൂർ ടൗൺ പോലീസിനെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ബുധനാഴ്ച പുലർച്ചെയോടെ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ റെയ്ഡുകളാണ് പോലീസ് സംഘം നടത്തിയത്. ഹോസൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒൾനൽവാടി, ഗോകുൽ നഗർ എന്നീ പ്രദേശങ്ങളിൽ നടത്തിയ വ്യാപകമായ തെരച്ചിലിൽ ആദ്യഘട്ടമായി 56 ബംഗ്ലാദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് നലൂർ അഗ്രഹാര മേഖലയിൽ നടത്തിയ മറ്റൊരു നിർണായക റെയ്ഡിൽ 17 പേരെ കൂടി പിടികൂടിയതോടെ ആകെ അറസ്റ്റിലായ ബംഗ്ലാദേശ് പൗരന്മാരുടെ എണ്ണം 73 ഉയരുകയായിരുന്നു. വളരെ ആസൂത്രിതമായിട്ടാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യൻ മണ്ണിൽ കഴിഞ്ഞുകൂടിയിരുന്നത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവർക്ക് ഹൊസൂരിലെ വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റും ജോലി തേടുന്നതിനും സുരക്ഷിതമായി താമസിക്കുന്നതിനും ആവശ്യമായ വ്യാജ ആധാർ കാർഡുകളും മറ്റ് തിരിച്ചറിയൽ രേഖകളും നിർമ്മിച്ചു നൽകാൻ പ്രാദേശികമായി ചില മാഫിയകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. പിടിയിലായ ഈ 73 പേരും എങ്ങനെയാണ് ഇന്ത്യൻ അതിർത്തി കടന്നത് എന്നും ഏത് വഴിയാണ് തമിഴ്നാട്ടിൽ എത്തിയതെന്നും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇതിന് പിന്നിൽ വലിയ തോതിലുള്ള പണം കൈമാറ്റവും ആസൂത്രിതമായ മനുഷ്യക്കടത്ത് ശൃംഖലകളും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നു. കേവലം ഉപജീവനത്തിനായി എത്തിയതാണോ അതോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും തീവ്രവാദ അച്ചുതണ്ടുകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് അന്വേഷിക്കുന്നത്. പിടിയിലായ മുഴുവൻ ആളുകളുടെയും പശ്ചാത്തലവും അവർ ഉപയോഗിച്ചിരുന്ന രേഖകളുടെ സ്രോതസ്സും വ്യക്തമാക്കാനായി വിപുലമായ ചോദ്യം ചെയ്യലുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വിദേശികളായ കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ രേഖകൾ ചമച്ചു നൽകിയ തദ്ദേശീയരായ കണ്ണികളെ കണ്ടെത്തുക വഴി മാത്രമേ ഈ വലിയ മാഫിയകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കസ്റ്റഡിയിലുള്ള 73 ബംഗ്ലാദേശ് പൗരന്മാരുടെയും വിശദമായ രേഖാ പരിശോധനകളും ബയോമെട്രിക് വിവരങ്ങളും ശേഖരിച്ച ശേഷം ഇവരെ തമിഴ്നാട്ടിലെ സേലം ജില്ലയിലുള്ള ആത്തൂരിലെ പ്രത്യേക ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് മാറ്റാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. വ്യവസായ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം അനധികൃത കുടിയേറ്റങ്ങൾ ഭാവിയിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും പ്രാദേശികമായ ജനസംഖ്യാപരമായ മാറ്റങ്ങൾക്കും കാരണമാകും എന്നതിനാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാനാണ് തമിഴ്നാട് പോലീസിൻ്റെ ആലോചന. പരമ്പരാഗതമായി സമാധാനാന്തരീക്ഷം പുലരുന്നതിനും ആചാരബദ്ധവുമായ ജീവിത രീതികൾ നിലനിൽക്കുന്നതുമായ അഗ്രഹാരങ്ങൾ പോലുള്ള ജനവാസ മേഖലകൾ അനധികൃത കുടിയേറ്റക്കാർ തങ്ങളുടെ ഒളിത്താവളമാക്കാൻ തിരഞ്ഞെടുത്തത് വലിയ രീതിയിലുള്ള സാമൂഹികവും തന്ത്രപരവുമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ വ്യവസായശാലകൾക്ക് സമീപമുള്ള ചേരികളിലോ താൽക്കാലിക ലേബർ ക്യാമ്പുകളോ കേന്ദ്രീകരിച്ച് താമസിക്കാറുള്ള കുടിയേറ്റക്കാർ പരമ്പരാഗത ഗ്രാമീണ സാംസ്കാരിക പശ്ചാത്തലമുള്ള അഗ്രഹാരങ്ങളിലേക്ക് തങ്ങളുടെ താമസം മാറ്റിയതിന് പിന്നിൽ ആസൂത്രിതമായ പല കാരണങ്ങളും ഒളിച്ചിരിപ്പുണ്ട്. ഇത് കേവലം അവിചാരിതമായി സംഭവിച്ച ഒന്നല്ല, മറിച്ച്
പോലീസിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും കണ്ണ് വെട്ടിക്കാൻ മനുഷ്യക്കടത്ത് മാഫിയകൾ വളരെ ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അഗ്രഹാരങ്ങളെ ഒളിത്താവളമാക്കാൻ കുടിയേറ്റക്കാരെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ സമാധാന അന്തരീക്ഷവും പോലീസിൻ്റെ കുറഞ്ഞ നിരീക്ഷണ സാധ്യതയുമാണ്. സാധാരണയായി കുറ്റകൃത്യങ്ങളോ ക്രമസമാധാന പ്രശ്നങ്ങളോ വളരെ കുറഞ്ഞ, ബഹുഭൂരിപക്ഷം ആളുകളും പരസ്പരം അറിയുന്ന ശാന്തമായ അന്തരീക്ഷമായിരിക്കും അഗ്രഹാരങ്ങളിൽ ഉണ്ടായിരിക്കുക. ഇത്തരം പ്രദേശങ്ങളിൽ പോലീസ് സാധാരണയായി റെയ്ഡുകളോ കടുത്ത നിരീക്ഷണങ്ങളോ നടത്താറുമില്ല. അതുകൊണ്ട് തന്നെ നിയമപാലകരുടെ കണ്ണിൽപ്പെടാതെ ദീർഘകാലം സുരക്ഷിതമായി കഴിയാമെന്ന ചിന്തയാണ് ഈ അനധികൃത ബംഗ്ലാദേശികളെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. സംശയത്തിൻ്റെ നിഴലിൽ പോലും വരാൻ സാധ്യതയില്ലാത്ത ഒരിടം തിരഞ്ഞെടുക്കുക വഴി തങ്ങളുടെ സാന്നിധ്യം ആരും തിരിച്ചറിയില്ലെന്ന് ഇവർ കണക്കുകൂട്ടി. തങ്ങൾക്ക് ചുറ്റുമുള്ള സുരക്ഷിത കവചമായി ഈ പ്രദേശത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെ അവർ മുതലെടുക്കുകയായിരുന്നു. മറ്റൊരു പ്രധാന കാരണം നഗരവൽക്കരണവും അഗ്രഹാരങ്ങളിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങളുമാണ്. ഹൊസൂർ പോലുള്ള ഒരു വലിയ വ്യവസായ നഗരത്തിന് സമീപമുള്ള അഗ്രഹാരങ്ങളിലെ പുതിയ തലമുറയിലെ ഭൂരിഭാഗം ആളുകളും ഉപരിപഠനത്തിനോ ജോലിക്കായോ മെട്രോ നഗരങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ കുടിയേറിയിട്ടുണ്ട്. തൽഫലമായി ഈ പ്രദേശങ്ങളിലെ പല വീടുകളും പ്രായമായവർ മാത്രം താമസിക്കുന്നവയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്നവയോ ആണ്. ഇത്തരം ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കുറഞ്ഞ വാടകയ്ക്ക് ലഭിക്കും എന്നതും കെട്ടിട ഉടമകൾ പലപ്പോഴും ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്നതിനാൽ വാടകക്കാരുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കാറില്ല എന്നതും കുടിയേറ്റക്കാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി മാറ്റി. കുറഞ്ഞ ചെലവിൽ മികച്ച താമസ സൗകര്യം ലഭിക്കുന്നതിനൊപ്പം ചോദ്യം ചെയ്യലുകൾ ഒഴിവാക്കാനും ഇത് അവർക്ക് സഹായകരമായി. കൂടാതെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് മാഫിയകളുടെയും ഏജന്റുമാരുടെയും തന്ത്രപരമായ ഇടപെടലുകളും ഇതിനു പിന്നിലുണ്ട്. ഹൊസൂരിലെ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ ആളുകളെ എത്തിക്കുന്ന ഏജന്റുമാർക്ക് ഈ പ്രദേശങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകാം. തദ്ദേശീയരായ ആളുകൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ വ്യാജ ആധാർ കാർഡുകളും തിരിച്ചൽ രേഖകളും നിർമ്മിച്ചു നൽകി ഇവരെ സാധാരണക്കാരായ തൊഴിലാളികൾ എന്ന വ്യാജേനെ ഇത്തരം വാടക വീടുകളിൽ താമസിപ്പിക്കാൻ ഏജന്റുമാർക്ക് സാധിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നോ ഉത്തരേന്ത്യയിൽ നിന്നോ വന്ന നിർമ്മാണ തൊഴിലാളികളോ ഫാക്ടറി ജീവനക്കാരോ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ ഇവിടെ കഴിഞ്ഞുകൂടിയത്. ചുരുക്കത്തിൽ നിയമപാലകരിൽ നിന്നുള്ള ആസൂത്രിതമായ ഒളിച്ചോട്ടവും പ്രാദേശികമായ സാഹചര്യങ്ങളുടെ ആനുകൂല്യവുമാണ് അഗ്രഹാരങ്ങൾ പോലുള്ള പവിത്രവും ശാന്തവുമായ പ്രദേശങ്ങളെപ്പോലും തങ്ങളുടെ താവളമാക്കാൻ ഈ അനധികൃത കുടിയേറ്റക്കാരെ പ്രേരിപ്പിച്ചത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.